ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും ലക്ഷ്മിനെയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി ചോദിക്കുക, അല്ല ഈ പ്രശ്നമൊക്കെ നടന്നതുകൊണ്ട് നിന്റെ അമ്മയമ്മ നിനക്ക് സ്വസ്ഥത തരുന്നില്ലായിരിക്കും അല്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നമില്ല അമ്മേ, സച്ചേട്ടനെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ സപ്പോർട്ടിനായിട്ട്, അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ രേവതി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെയാണ്. അങ്ങനെ നമ്മുടെ വർഷ എന്ത് ചെയ്യുന്നു, ഭയങ്കര വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. വർഷയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, വിശപ്പിന്റെ ഒരു അസുഖം ഉണ്ടല്ലോ. അതുപോലെ ഡബിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഫോൺ എടുത്ത് റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും ഒരു സ്റ്റാഫ്, അവിടുത്തെ ഒരു സ്റ്റാഫ് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ എനിക്ക് പാഴ്സൽ വേണമായിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ വർഷയായെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷയോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇത് ശ്രീകാന്തിൻ്റെ ഭാര്യയാണല്ലോ എന്ന് അയാൾക്ക് പെട്ടെന്ന് പിടികിട്ടി. അപ്പോൾ അയാൾ ഓക്കെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വഴി വന്നു. ശ്രീകാന്ത് വന്നപ്പം അതെ ശ്രീകാന്തേ, ഒരു ചെറിയൊരു ഓർഡർ ഉണ്ട്, നീ കൊണ്ടുപോയി പാഴ്സൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പാഴ്സൽ കൊടുക്കാനോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഞാൻ ഇവിടുത്തെ വർക്കുകളൊക്കെ ചെയ്തോളാം, നീ ഒരു കാര്യം ചെയ്യും, നീ കൊണ്ട് കൊടുത്തോ എന്ന് പറഞ്ഞപ്പം അതെ നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാ നീ പാഴ്സൽ കൊണ്ട് കൊടുക്കേണ്ടത്. വേണ്ടപ്പെട്ട ഒരാളോ? അതാരാ? വേറെ ആരുമല്ല, നിന്റെ ഭാര്യ. ശ്രുതിക്കോ? നിന്റെ ശ്രുതിയല്ല, വർഷയ്ക്കോ എന്നാണ് ചോദിക്കുന്നത്. വർഷയ്ക്ക്. നിന്റെ ഭാര്യ വർഷ ഇപ്പം വിളിച്ചിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏതായാലും മോനെ നീ തന്നെ കൊണ്ട് കൊടുക്കുന്നത് നല്ലത്, നിന്റെ ഭാര്യയാണല്ലോ, അപ്പം നീ ഒന്ന് കൊണ്ട് കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഓർത്തു വന്നാൽ പിന്നെ ശരിയാ, ഭാര്യേനൊക്കെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. ആദ്യമൊക്കെ മടിച്ചെങ്കിലും എനിക്ക് പിന്നെ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പാർസലൊക്കെ എടുത്ത് നമ്മുടെ വർഷേനെ കാണാൻ വേണ്ടി പോവുക. വർഷയാണെങ്കിൽ ഫുഡ് വരാത്തോണ്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിനെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനെയാണ് കേട്ടോ. സുധിയാണെങ്കിൽ ഒരു ഫോണൊക്കെ എടുത്ത് വെച്ച് ഡോളറിന്റെ വിലയൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഡോളറിന്റെയും അതുപോലെ തന്നെ കാനഡയിലെ ഡോളറിന്റെയും വിലയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കൂടട്ടെ കൂടട്ടെ കൂടട്ടെ, അവിടെ ചെന്നിട്ട് വേണം കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാനായിട്ട്, ഒന്ന് വിലസണമല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങ് വന്ന് എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സുധി ഇവിടെ നിൽക്കുന്നത് കണ്ട് രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം റെഡിയായോ? എങ്കിൽ ഞാൻ വരുമോ ഭക്ഷണം കഴിക്കാനായിട്ട്, വല്ലാത്ത വിശപ്പ്. അല്ല നീ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നാൽ മതിയോടാ. ജോലിക്ക് പോകാനോ? ജോലിക്ക് ഇപ്പൊ പോകാറായില്ലല്ലോ. ജോലി എനിക്ക് കിട്ടിയല്ലോ. 14 ലക്ഷം രൂപ കെട്ടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിൽ പോകില്ലേ ഞാന്. ജോലിയൊക്കെ സെറ്റായിട്ട് ഇരിക്കുക വെച്ചാ 14 ലക്ഷം രൂപ കിട്ടാനുള്ള താമസമുള്ളൂ. അപ്പൊ നമ്മുടെ സച്ചിയാണെങ്കിൽ അവിടെ നിന്ന് 14 ലക്ഷം രൂപ അവൻ തൊട്ട് കഴിഞ്ഞിട്ടുണ്ട്, അവിടെ പൈസ അവന്. അല്ലാത്ത ഒരു പരിപാടി അവൻ നോക്കത്തില്ല. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ എന്തിനാണ് ഈ 14 ലക്ഷം രൂപ കൊടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ജോലിക്ക് കയറുന്നത്? അങ്ങനെ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് ഒരു സർട്ടിഫിക്കേഷൻ വല്ലതും കിട്ടുമോ നിനക്ക്? അങ്ങനെ ഒരു മനസ്സുഖം നിനക്ക് കിട്ടണമെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ജോലി എടുക്കണ്ടേ? അല്ലാതെ നീ ഇപ്പൊ പൈസ കൊടുത്ത് കിട്ടുന്ന ജോലി അത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല. നീ സ്വന്തമായിട്ട് നീ കഷ്ടപ്പെട്ട് നീ ജോലി മേടിക്കാൻ നോക്ക്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാ ജോലി മേടിക്കുന്നത്. എന്നെ കണ്ട ഉടനെ തന്നെ ഞാനിവിടെ ജോലി ചെയ്യാൻ പറ്റിയ ഒരാളാണെന്ന് അവർക്ക് തോന്നിയില്ലേ? അതെ, എൻ്റെ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഈ ടിപ്പ് ടോപ്പ് ആയിട്ടുള്ള എന്നെ കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് കൊത്തിയെടുത്ത് പറക്കാൻ തോന്നി. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ എനിക്ക് ഇവിടുത്തെ കമ്പനിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കൊക്കെ പുറത്തൊക്കെ പോയി കഴിയുകയാണെങ്കിൽ അതൊക്കെ തന്നെയാച്ചാ നല്ലത്. നോക്കിക്കോ, ഈ സുതി എല്ലാവരും തഴഞ്ഞിട്ടേക്കല്ലേ. ഈ സുതി പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ എല്ലാവരെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് വീണ്ടും സച്ചി ആദ്യമെടാ നീ പുറത്ത് ചാടാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് പോരെ നിന്റെ ഈ വീമ്പിളക്കലൊക്കെ. അതെ ഞാൻ വീമ്പിളക്കുന്നൊന്നും അല്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചതല്ല, നിനക്ക് ഈ പുറത്ത് പോകാനുള്ള പൈസ ഈ 14 ലക്ഷം രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടും? അതാണോ കിട്ടാൻ പാട്? അതിനല്ലേ ശ്രുതിയുടെ അച്ഛനുള്ളത്, ശ്രുതിയുടെ അച്ഛൻ കൊണ്ട് തരും. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി
ശ്രുതിയുടെ അച്ഛൻ കൊണ്ടു തരുമെന്നല്ലേ? പുള്ളിക്കാരൻ വരുന്നു പറഞ്ഞിട്ട് ഇതുവരെ വന്നത് പോലുമില്ല. പിന്നെയല്ലേ പൈസയായിട്ട് ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ശ്രുതി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശ്രുതി അവിടെ നിന്നത് ശ്രുതി പറഞ്ഞു, കണ്ടു വച്ചാ സച്ചി എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും സച്ചി വിട്ട് കളയത്തില്ല. ഇപ്പൊ കടല്ലേ എന്നെയും ശ്രുതിനെയും കളിയാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ആ എടാ സച്ചി നീ മിണ്ടാതിരിക്കടാ. എങ്ങനെ മിണ്ടാതിരിക്കും? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പം വരും, നാളെ വരും, മറ്റന്നാ വരും, അതുപോലെ ഇപ്പം പൈസ കിട്ടും, മറ്റന്നാ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിപ്പേ നടക്കത്തുള്ളൂ. എടാ ശ്രുതി, നിനക്ക് ജോലി വേണമെങ്കിൽ നീ കഷ്ടപ്പെടണോടാ. നീ കഷ്ടപ്പെട്ട് ജോലി കണ്ടുപിടിച്ച് നീ ജോലിക്ക് പോകാൻ നോക്ക്. ഇല്ലെങ്കിലേ ഈ കോഴിക്ക് മുല വരുന്ന പോലെ ആയിരിക്കും, നിനക്കേ ജോലി കിട്ടാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എല്ലാവരും ഇങ്ങ് കയറി വന്നേ, ഭക്ഷണം കഴിക്കാം. അല്ല മോളെ ശ്രുതി, നിന്റെ അമ്മായിയമ്മേനെ കാണുന്നില്ലല്ലോ? അത് പിന്നെ ആന്റി കിടക്കുക. ആഹാ, അവളെന്താ കിടക്കുന്നത്? അവളോട് ഞാൻ പറഞ്ഞതാ, ശ്രീകാന്തൊക്കെ വരും, അവളോട് ചുമ്മാ പോയി എപ്പോഴും കിടക്കരുത്. എന്തിനാ അവള് ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഇതിന് മാത്രം അവരിങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോകുന്നത്. മോളെ രേവതി, നീ ഒരു കാര്യം ചെയ്യ്, അവളെ പോയി വിളിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ ഇറങ്ങി വന്നു. ഓ, പിന്നെ ഇവള് വിളിച്ചിട്ട് വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അയ്യോ, ഇവളെ പറഞ്ഞു വിട്ട് എന്നെ വിളിപ്പിക്കാൻ, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ എന്നെ ആരും പ്രത്യേകിച്ച് വിളിക്കുമൊന്നും വേണ്ട, അതും പ്രത്യേകിച്ച് ഇവള്. അല്ല ചന്ദ്രേ, എങ്കിൽ പിന്നെ നീ വാ, നീ വന്ന് വല്ലതും കഴിക്ക്. അത് പിന്നെ എനിക്കൊന്നും വേണ്ട. അതെന്താ നിനക്കൊന്നും വേണ്ടാത്തത്? എനിക്കൊന്നും വേണ്ട, അത്ര തന്നെ. എൻ്റെ മോൻ അവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പം എനിക്കിവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, അവരെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവൻ ഈ വീട്ടിൽ എപ്പോൾ വരുന്നോ അപ്പോഴേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് ഒന്നും വേണ്ട. ഒരു പച്ചവെള്ളം പോലും ഞാൻ എൻ്റെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറക്കില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത്, അപ്പം സത്യാഗ്രഹം കിടക്കാൻ തീരുമാനിച്ചോ? ആ, സത്യാഗ്രഹമെങ്കിൽ സത്യാഗ്രഹം കിടക്കുമ്പോഴെങ്കിലും അവന് വരാൻ തോന്നുകയാണെങ്കിലോ അവൻ വരട്ടെ. എടി ചന്ദ്രേ, അവൻ ഹോട്ടലിലാ, അവൻ റെസ്റ്റോറൻറ്റിലാ, അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ മക്കളില്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ നൊന്ത് പ്രസവിച്ചതാ എൻ്റെ മോനെ. അല്ല, ഈ പറച്ചിൽ കേട്ടാ തോന്നൂലോ നീ മാത്രമേ ഈ ലോകത്ത് നൊന്ത് പ്രസവിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരും വായിക്കൂടെ തുപ്പിയാ മക്കളെ ഉണ്ടാക്കിയെന്ന്. എൻ്റെ പൊന്നു ചന്ദ്രൻ, നീ മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പം പറഞ്ഞു, ഇല്ലാന്ന് പറഞ്ഞില്ലേ, രവിയേട്ടന് വേണമെങ്കിൽ രവിയേട്ടൻ കഴിച്ചോ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട. ഞാൻ പട്ടിണി കിടക്കുക. ഞാൻ പട്ടിണി കിടന്ന് ചത്താലും വേണ്ടില്ല. എൻ്റെ ശ്രീകാന്തും വർഷയും വരാതെ ഞാൻ ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം പ്രഖ്യാപിച്ചു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ നിൽപ്പുണ്ടല്ലോ. ശ്രുതി പറഞ്ഞു, അയ്യോ ആന്റി ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്കും എടുക്കണ്ട രേവതി. ഒരാളെ പട്ടിണി കിടത്തിക്കൊണ്ടേ അങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് വേണ്ട രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞേ, എന്താ ശ്രുതി, നിനക്ക് വേണ്ടെന്നോ? നിനക്ക് വേണ്ടെങ്കിലേ എനിക്ക് വേണം, എനിക്ക് ഭക്ഷണം വേണം. ഞാൻ ആരും സത്യാഗ്രഹം കിടക്കുന്നതോ അത് പറഞ്ഞൊന്നും ഞാൻ കഴിക്കാതെ ഒന്നും ഇരിക്കത്തൊന്നുമില്ല. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. അതെ, ഞാൻ കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്താ ശ്രുതി ഇത്, സ്വന്തം അമ്മ ഇവിടെ പട്ടിണി കിടക്ക, അപ്പൊ എങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്? സ്നേഹമുള്ള മക്കൾ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ? അത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സൂക്ഷിച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ, എന്നാ പിന്നെ ഞാനും സത്യാഗ്രഹമാ എന്നിങ്ങനെ മനസ്സോടെ പറയാ. അപ്പൊ സച്ചി, അപ്പൊ എല്ലാവരും സത്യാഗ്രഹം അല്ലേ? അപ്പൊ എല്ലാവരും ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ലല്ലേ? അത് ഉറച്ച തീരുമാനം തന്നെയാണോ? അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ, എൻ്റെ തീരുമാനം ഉറച്ചതാ, എനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ മക്കൾ വരാതെ ഒന്നും കഴിക്കത്തില്ല. അപ്പൊ രവീന്ദ്രൻ, പിന്നെ ഞാനായിട്ട് എന്തിനാ കഴിക്കണത്? എല്ലാവരും സത്യാഗ്രഹം, എന്നാ പിന്നെ ഞാനായിട്ട് കഴിക്കേണ്ട കാര്യമുണ്ടോ? എങ്കിൽ പിന്നെ ഞാനും ഇനിയിപ്പം വർഷയും ശ്രീകാന്തും വരാതെ ഞാനും കഴിക്കുന്നില്ല, ആരും കഴിക്കണ്ട, തീർന്നില്ലേ, പ്രശ്നം തീർന്നില്ലേ? ഇനി ഇതിന്റെ പേരിലൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, അച്ഛൻ ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്, അച്ഛനും ഗുളികയൊക്കെ കഴിക്കാനുള്ളതല്ലേ, അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരിയാവുമോ? അത് പിന്നെ മോളെ, ഇവിടെ എൻ്റെ ഭാര്യയ്ക്ക് ആ ഒരു ബോധം ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ബോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവള് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കാം, അവള് കഴിക്കുന്നില്ലേ ഞാനും കഴിക്കുന്നില്ല. ദേ രവിയേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മക്കൾ വരാതെ കഴിക്കില്ല. രവിയേട്ടൻ കഴിക്കാതിരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. രവിയേട്ടന് വേണമെങ്കിൽ രവിയേട്ടൻ കഴിക്കാം, എനിക്ക് പറ്റില്ല, ഞാൻ എൻ്റെ മക്കൾ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. ഏതായാലും സച്ചി ഈ കൂത്തൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് എന്തോ ഒരു ട്രിക്ക് വന്നു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പുള്ളിക്കാരൻ പോവുകയും ചെയ്തു. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷേനെയാണ് കേട്ടോ. ഹർഷയാണെങ്കിൽ ഫുഡ് കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് വിളിച്ച് ഓർഡർ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ പാഴ്സൽ കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുക. അപ്പോഴത്തേക്കും പാഴ്സലുമായിട്ട് നമ്മുടെ ശ്രീകാന്ത് എത്തി.
ഏതായാലും വർഷം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത്, അപ്പൊ ശ്രീകാന്തിനോട് ചോദിച്ചു, ഇതെന്താ ശ്രീകാന്ത് ഇവിടെ? ഫുഡിന് ഓർഡർ ചെയ്തായിരുന്നല്ലോ, ഞാൻ അതും കൊണ്ട് വന്നതെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അല്ല, ഞാൻ ഫുഡിന് മാത്രമാണല്ലോ ഓർഡർ ചെയ്തത്, അല്ലാതെ ഷെഫിന് ഓർഡർ ചെയ്തില്ലല്ലോ. ദേ, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ ഫുഡ് കഴിക്കേ, ഞാൻ ഫുഡ് വിളമ്പി തരാം. അതെ, ഫുഡ് ഓർഡർ ചെയ്താൽ അത് കൊണ്ടുവരുന്നവര് സെർവ് ചെയ്ത് തരാറില്ല. ഇപ്പൊ ഞാൻ പോണെങ്കിൽ ഞാൻ പോകാം. പോണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. നിന്റെ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്താൽ ഫുഡ് നീ എടുത്തിട്ട് വരുന്ന എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ ഓർഡർ ചെയ്തത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെയല്ലേ നീ ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ ഓർഡർ ചെയ്തത്. അല്ല, നിന്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്ത് മാറ്റം, എന്ത് തീരുമാനം? വീട്ടിൽ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഡബിങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലേക്കല്ലാതെ കാട്ടിലേക്കാണോ പോകുന്നത്? ദേ, വർഷ തമാശകളാ. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വീട്ടിൽ ചെല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. അല്ല, ആർക്കൊക്കെയായി വിഷമം? അമ്മയ്ക്കും അച്ഛനും സച്ചേട്ടനും എല്ലാവർക്കും വിഷമമുണ്ട്. സച്ചേട്ടനും വിഷമമുണ്ടോ? അതെ, ഏട്ടൻ റെസ്റ്റോറൻറ്റ് വന്ന് എന്നെ കണ്ട് സംസാരിച്ചിരുന്നു. എന്താ സംസാരിച്ചത്? അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ഫീൽ ചെയ്ത് തന്നെയാണ് സംസാരിച്ചത്. ഏട്ടന് വലിയ വിഷമമുണ്ട്. നിന്നോട് ഫീൽ ചെയ്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യം? അല്ല, നിന്റെ വീട്ടിൽ വന്ന് നിന്നോട് സംസാരിക്കണമെന്നാണോ വർഷമായി പറയുന്നത്? എന്നോട് വന്ന് സംസാരിച്ചിരുന്നു. ആര്? സച്ചേട്ടനോ? സച്ചേട്ടനൊന്നും അല്ല, രേവതി ചേച്ചി. രേവതി ചേച്ചി എന്നോട് വന്ന് സംസാരിച്ചു. അപ്പൊ രേവതി ചേച്ചി വന്നോ? വന്നു. അന്ന് അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് വിഷമത്തോടു കൂടി സംസാരിച്ചു. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നു. എന്നിട്ട് നിനക്ക് മനസ്സിലായോ? മനസ്സിലാകാതിരിക്കും ഞാൻ എന്താ മണ്ടിയാണോ? അതെ, നീ ഒരു ചെറിയ മണ്ടിയാണല്ലോ. പിന്നെ ഞാനല്ല, നീയാ മണ്ടൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും കളിയൊക്കെ ആയിട്ടോ. അപ്പോഴത്തേക്കും അവരുടെ ആ ഒരു ചെറിയ വഴക്കൊക്കെ അങ്ങ് മാറി. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, ചൂടാറുന്നതിന് മുമ്പ് നീ ഭക്ഷണം കഴിക്കുക. അല്ല, ശ്രീകാന്ത് കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചിരുന്നു. ശ്രീകാന്തിന്റെ മുഖം കണ്ടാൽ അറിയാലോ ശ്രീകാന്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. നമുക്ക് ഒരുമിച്ച് കഴിക്കാം പ്ലീസ് ശ്രീകാന്തേ. എങ്കിൽ പിന്നെ കഴിക്കാടോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയൊക്കെ കൊടുത്ത് അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. അവിടെയാണ് ഇതിന്റെ പേരിൽ സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും അതുപോലെ തന്നെ ശ്രുതിയും സുതിയും ഒക്കെ ഇവര് നല്ല ഹാപ്പിയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ വർഷ പറഞ്ഞാല്, നിന്റെ ചേട്ടൻ വന്ന് നിന്നെ കണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ കരുതി നീ നിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ നീ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? അത് പിന്നെ റെസ്റ്റോറൻറ്റിൽ ഒരു ചെറിയ മുറിയുണ്ട്, ഞാനിപ്പോൾ അവിടെയാ വർഷ താമസിക്കുന്നത്. നീ എൻ്റെ കൂടെ വന്നാലേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ, അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകത്തില്ല. ഏതായാലും ഞാൻ തനിയെ പോകത്തില്ല എന്നുള്ള തീരുമാനം അത് ഉറച്ചത് തന്നെയാണ്. വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് തന്നെയായിരിക്കും പോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ പോവില്ല. എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും ശ്രീകാന്ത് പറയല്ലേ ശ്രീകാന്തേ. ശ്രീകാന്തിന് വേണമെങ്കിൽ ശ്രീകാന്തിന്റെ വീട്ടിൽ പോവാലോ. ദേ വർഷ, ഞാൻ പറഞ്ഞല്ലോ, താൻ വന്നാല് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. നീ വന്നില്ലെങ്കിൽ ഞാൻ പോവില്ല. ഞാൻ റെസ്റ്റോറൻറ്റ് തന്നെ താമസിച്ചോളാം. ഈ ശ്രീകാന്തിന് എവിടെയും കിടക്കാനേ അറിയാമേ. അതിപ്പം വീട്ടിലാണെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല. അല്ല, എങ്കിൽ പിന്നെ ശ്രീകാന്തിന് എൻ്റെ വീട്ടിൽ വന്ന് കിടന്നോടെ? അതിന്റെ കാര്യമില്ല. നമ്മൾ ഈ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. തനിക്ക് എപ്പോൾ വരാൻ തോന്നുന്നു താൻ അപ്പം വന്ന് എന്നെ വിളിച്ചാൽ മതി, നമുക്ക് ഒരുമിച്ച് ചന്ദ്രോദയത്തേക്ക് പോകാം. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചെറിയ പുഞ്ചിരിയോടൊക്കെ കൂടി ഇരിക്കാൻ കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെയാണ്. അപ്പൊ ചന്ദ്ര സത്യാഗ്രഹം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ വീടാകപ്പാട് ഉറങ്ങിക്കിടക്കുകയാണ്. എല്ലാവരും സത്യാഗ്രഹമാണല്ലോ. ചന്ദ്ര പ്രഖ്യാപിച്ചപ്പം ബാക്കിയുള്ളവരെല്ലാവരും പുറകെ പ്രഖ്യാപിച്ചു. അപ്പം നമ്മുടെ ചന്ദ്രയുണ്ട്, രവീന്ദ്രനുണ്ട്, ശ്രുതിയുണ്ട്, ശ്രുതിയുണ്ട്. ശ്രുതിക്കാണെങ്കിൽ അയ്യോ എനിക്ക് വിശക്കുന്നേ, അയ്യോ എൻ്റെ വയറ് എരിയുന്നേ, ഇതെന്താ അച്ഛാ, ഇതെന്ത് പരിപാടിയാ, നമുക്ക് ഭക്ഷണം കഴിക്കാം അച്ഛാ. നീ നിന്റെ അമ്മയോട് പറ, നിന്റെ അമ്മ ഭക്ഷണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാ, ഞാൻ കഴിക്കാം, എങ്കിൽ പിന്നെ ബാക്കി എല്ലാവർക്കും കഴിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി, അമ്മേ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാലേ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും അമ്മേ. അമ്മേ ഇപ്പൊ തന്നെ കണ്ടില്ലേ വിശന്നത് കുടല് കരിയുന്ന മണം വരുന്നുണ്ടമ്മേ, പ്ലീസ് അമ്മേ എണീക്കമ്മേ, വാ അമ്മേ. ശ്രുതി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വരുന്നില്ലെന്ന്. എനിക്ക് എൻ്റെ മക്കള് വരാതെ ഭക്ഷണം വേണ്ട 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 വേണ്ട. ബാക്കി ആരോടും ഞാൻ സത്യാഗ്രഹം എടുക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ നിങ്ങൾ നിരാഹാരം കിടക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമൊന്നുമല്ല, എനിക്ക് ഭക്ഷണം വേണ്ട എൻ്റെ മക്കൾ വരാതെ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എങ്കിൽ പിന്നെ എൻ്റെ ഭാര്യ കഴിക്കാതെ എനിക്ക് ഭക്ഷണം വേണ്ട, അത്ര തന്നെ. അപ്പൊ ശ്രുതിയാണെങ്കിൽ ഇതെല്ലാവരുടെയും നടുക്ക് കിടന്ന് ഞാനാണല്ലോ ഈശ്വര പേടുന്നത്, ഞാൻ ഇനി എന്താ ചെയ്യുന്നത്, അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യേ. വാ ശ്രുതി, നമുക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാം, വാ പ്ലീസ് ശ്രുതി. എനിക്ക് വേണ്ട, ആന്റി കഴിക്കാതെ ഭക്ഷണം കഴിക്കുന്നത് മാനേഴ്സ് അല്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല.
ഹ, എന്താ ശ്രുതി ഇത്? അച്ഛൻ കഴിക്കുന്നില്ല, ശ്രുതി കഴിക്കുന്നില്ല, അമ്മ കഴിക്കുന്നില്ല. ഓ, ഇത് വല്ലാത്തൊരു പണിയായി പോയല്ലോ എൻ്റെ ഈശ്വര. എപ്പോഴാണോ ആ സച്ചിക്ക് അന്ന് അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കാനൊക്കെ തോന്നിയത്, അവിടെ നിന്നോ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അവിടുത്തെ ഫുഡിന്റെ മണം വരുന്ന സമയത്താണ് നമ്മൾ വഴക്കുണ്ടാക്കി ഇങ്ങ് പോകുന്നത്. ആ മണം ഇപ്പോഴും എൻ്റെ മൂക്കിൽ ഇങ്ങനെ ഓടുക. ഓ, നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. ഓ, അതും കഴിക്കാൻ പറ്റിയില്ല, ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഈശ്വര, എന്തൊരു വിധിയാ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ സുധിക്കാണെങ്കിൽ പെരുവിരൽ ഇങ്ങനെ തരിച്ചു കയറുന്നുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടേ. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, പിന്നെ നമ്മുടെ ശ്രുതി പറയാണ്, അത് പിന്നെ അമ്മ ഈ പ്രായത്തിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായ പ്രശ്നം, അത് പിന്നെ എനിക്ക് കാനഡയിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി നോക്കി പിടിപ്പിച്ചു. അപ്പം ശ്രുതി അങ്ങ് മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞ, എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി കഴിക്ക്, നിന്നോട് ആരെങ്കിലും കഴിക്കണ്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ. എങ്കിൽ പിന്നെ ശ്രുതി, ദേ അമ്മ പറഞ്ഞത് കേട്ടോ, നമുക്ക് പോയി കഴിക്കാം. അപ്പൊ ശ്രുതിയാണെങ്കിൽ കണ്ണൊക്കെ ഉരുട്ടി പേടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം പറഞ്ഞു, അതെ ശ്രുതി, നീ തന്നെയല്ലേ പറഞ്ഞത് ഭക്ഷണം സമയത്ത് കഴിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BP കൂടും, ഷുഗർ വരും, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന. അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുവോ ശ്രുതി? അത് പിന്നെ എനിക്ക് തോന്നും. നിനക്ക് തോന്നുവോ? ഇല്ലില്ല, എനിക്ക് തോന്നില്ല. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഭക്ഷണം കഴിക്കാതിരുന്നാലേ എനിക്ക് കഴിക്കാൻ തോന്നത്തേ ഇല്ല. പിന്നെ എല്ലാവരുടെയും മനസ്സൊന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തല്ലേ. അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ശരീരത്തിന് നല്ലതാ ശ്രുതി. അതും കൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ദേ അച്ഛ, വിശന്നിട്ട് ദേ വയറ്റിൽ ഗ്യാസ് കയറിട്ടോ. ഈ ഗ്യാസ് ഇവിടെ കിടന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, വല്ലാത്ത അസ്വസ്ഥതയാ അച്ഛാ എന്നിങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ, ശ്രുതി നീ മിണ്ടാതെ അവിടെ ഇരിക്കുക, നിനക്ക് വേണമെങ്കിൽ നീ പോയി എടുത്ത് കഴിക്കുക. മോളെ ശ്രുതി, അവനെയും കൂട്ടി ആഹാരം കഴിക്കാൻ പോ, അവന് വിശന്നിരുന്നൊന്നും ശീലമില്ല. ഇങ്ങനെയല്ലേ അച്ഛാ ഓരോന്ന് ശീലിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ ഓരോന്ന് ശീലിക്കണം. ഏതായാലും ശ്രുതി പെട്ടിരിക്കാട്ടോ വീണ്ടും. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ വിശേഷത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, അതായത് ഇന്നലത്തെ പ്രമോവിശേഷത്തിൽ ഞാൻ ബിരിയാണി കൊണ്ടുവരുന്ന കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതേതായാലും ഈ സമയത്താട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് നാളെ കാണിക്കത്തുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേപടി നമുക്ക് വേണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് നയനിയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷമാണ്. അത് കഴിയുമ്പോൾ ഗോമതിയുടെയും ബാലൻ്റെയും വിശേഷം നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥ ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു 1:45 ആകുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്.